സിഗ്നലൊക്കെ ഫുള്ള് കോമഡി ആട്ടോ. ഹലോ മൈ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മള് അരി വാങ്ങാൻ പോകും. അപ്പൊ നിങ്ങൾ കരുതും എത്ര പേർക്ക് എന്താ അന്തല്ലേ, എത്ര ഈ അരി വാങ്ങണൊക്കെ ഇതില് കുത്തി കയറ്റിട്ട് നിങ്ങൾ കരുതും. പക്ഷെ നിങ്ങൾക്കറിയോ നമ്മൾ അരി വാങ്ങണത് ഓരോ വീടുകളിൽ നിന്നാണ്. സംഭവം നിങ്ങൾക്ക് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ ഒരു 5 കിലോ അരി കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 350 സംതിങ് റേറ്റ് വരും. ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിൽ റേഷനരി പറഞ്ഞ സാധനം കഴിക്കൂല. ഇവരെന്ത് ചെയ്യും, അത് വാങ്ങി വെച്ചിട്ട് വീട്ടിൽ സ്റ്റോക്ക് ചെയ്തിട്ട് അത് പുറത്തേക്ക് ഭായിമാർക്കൊക്കെ കൊടുക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോ ഭായിമാര് നിക്കണ മാതിരിയാണല്ലോ വന്ന് നിക്കണത്. അപ്പൊ അരി കയ്യാനായാല് കമ്പനിയിൽ വർക്ക് ചെയ്യണ നമ്മളെ കുറച്ച് കമ്പനിക്കാരത്തികളുണ്ട്. അപ്പൊ ഓൽക്കും ഇത് തന്നെയാണ് പരിപാടി. റേഷൻ അരി വാങ്ങിയിട്ട് മറിച്ച് വെക്കുക. അപ്പൊ ആ റേഷൻ അരി നമ്മൾ 10 റുപ്യ കിലോന് വെച്ചിട്ട് നമ്മൾ വാങ്ങും. അപ്പൊ ആ വാങ്ങാൻ പോണ കാഴ്ചകളാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. അങ്ങനെ നമ്മളെ സപ്ലയറിനെ നമ്മൾ ഒടുവിൽ കണ്ടെത്തിട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ ജീവിച്ചു പോണത്. എന്തൊക്കെ കാര്യങ്ങളുണ്ട് അല്ലേ. ബഡ്ജറ്റ് കുറക്കാനുള്ള ഓരോ സെറ്റപ്പ് ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് അരിയിൽ വല്ല കല്ലും മണ്ണുണ്ടോ എന്നൊക്കെയാണ് നോക്കേണ്ടത്. പക്ഷെ നമുക്ക് കല്ലും മണ്ണൊന്നുമില്ല, നല്ല ഫ്രഷ് അരിയാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പൊ നമ്മളൊക്കെ പോലെ തമിഴ്നാട്ടിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളിട്ടോ. ഇനി ഇറക്കുമ്പോൾ സ്റ്റോക്ക് പണിക്ക് ഒന്ന് എടുക്കല. സംഭവം പോലെ 30 കിലോ 36 കൊടുത്തു എന്നാ പറഞ്ഞത്. ഇതിന് മാത്രം റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുന്നുണ്ടോന്നാ ഞമ്മക്കറിയാത്തത്. നമ്മളോടൊക്കെ അരി ഉണ്ടെങ്കിൽ അവിടെ വിളിച്ചട്ടോ, ആയിക്കോട്ടെ, ഇത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ അരിയൊക്കെ വാങ്ങി നേരെ റൂമിക്ക് പോവാണ്. വന്ന് ഏതോ കാട്ടുപുകിൽ വന്ന് നിർത്തിക്കണി ചെങ്ങായി ലൊക്കേഷൻ ഇട്ടിട്ട്. എന്താ ഇത്തത് കറക്റ്റ് ഇടും. 14 മിനിറ്റ് 6 കിലോമീറ്റർ ഉള്ളൂ അവിടെ നിന്ന്. അപ്പോൾ 9 കിലോമീറ്റർ ഉണ്ടോ റെഡി വിട്ടോ. നേരെ നേരെ കാട്ടിക്ക് എല്ലാം കഴിഞ്ഞ് റൂമിക്ക് പോകാൻ വേണ്ടി പെട്രോൾ അടിച്ചാൽ വന്നതാ. അത് അതിന്റെയും വലുത്. പെട്രോൾ ക്ഷാമം. 50 റുപ്യക്ക് പെട്രോൾ അടിച്ച 50 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എന്താ അതിനൊക്കെ ഞാൻ പറയാം. അതിനൊക്കെ ഞാൻ അങ്ങോട്ട് പ്രതികരിച്ചാണ്ടല്ലോ. ഇറാൻ UAE ഫൈറ്റിലാണ് തോന്നുന്നു ഇത്ര ലൈന് വരാൻ കാരണം. സാധാരണ ഇങ്ങനെ വരാറില്ല. കിട്ടി ഗൈസ്. ഓക്കെ ബൈ. അപ്പോ